അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്കൊരു നെയ്ച്ചോറ് ഉണ്ടാക്കാം, അതായത് ഗീ റൈസ്. അതിനായിട്ട് ആദ്യം ഒരു പാൻ അടുപ്പ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 സ്പൂൺ നെയ്യ് ഒഴിക്കാം. ഈ നെയ്യിലേക്ക് 1 സ്പൂൺ പെരിഞ്ചീരകം, 2 ചെറിയ പീസ് പട്ട, ഒരു സ്റ്റാർ തക്കോല ചേർത്തിട്ട് ഒന്ന് വറുത്തെടുക്കാം. ഇതിലേക്ക് ഒരു 5 വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞ, 1/2 സ്പൂൺ ഇഞ്ചിയും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിൻ്റെ പച്ചമണം മാറുന്നതിന് ഒന്ന് വറുത്താൽ മതി. എനിക്ക് ഒരു ചെറിയ സവാള ചെറുതായി അരിഞ്ഞത്, 3 പച്ചമുളകും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. വഴറ്റിയെടുത്ത ഉള്ളിയിലും ഇഞ്ചി വെളുത്തുള്ളി അതിലേക്ക് നമുക്ക് ഈ കഴുകി വെച്ച കൈമ റൈസാണ്. നെയ്ച്ചോറിന് ഏറ്റവും നല്ലത് കൈമ റൈസ് തന്നെയാണ്. നെയ്ച്ചോറിനായാലും ബിരിയാണിക്കായാലും കൈമ റൈസ് കൊണ്ടാണ് ഞാൻ ഉണ്ടാക്കുന്നതാണ്. നല്ല മണവും രുചിയുള്ളൊരു ചോറാണ്. നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഈ ചോറിന് ആവശ്യമുള്ള ഉപ്പ് നമുക്ക് ചേർത്തിട്ട് അതിലേക്ക് നല്ല തിളച്ച ചൂടുവെള്ളം ഒഴിക്കാം. ഞാനൊരു 2 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു 4 കപ്പ് തിളച്ച വെള്ളമാണ് ഒഴിക്കുന്നത്. ഇത് 10 മിനിറ്റ് കൊണ്ട് വേവും. നല്ല പെട്ടെന്ന് വേകുന്ന അരിയാണ്. നമുക്ക് വളരെ പെട്ടെന്ന് ഗസ്റ്റ് ആരെയും വന്നിരുന്നാലും അല്ലെങ്കിൽ സമയമാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു അരിയാണിത്. നമുക്ക് വേഗം ചോറായി കിട്ടും. ഇതിലേക്ക് നമുക്ക് നാരങ്ങ പിഴിഞ്ഞൊഴിക്കാം. ഒരു നാരങ്ങയുടെ നീര് നമുക്ക് പിഴിഞ്ഞൊഴിക്കാം. അത് ചോറ് ഇത് ഒന്ന് ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നാരങ്ങ പിഴിഞ്ഞൊഴിക്കുന്നത്. ഇതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഇതിനോടൊപ്പം തന്നെ ഞാനൊരു ഇതിന് കറിയായിട്ട് ഒരു ചിക്കൻ ഗീ റോസ്റ്റ് കാണിക്കുന്നുണ്ട്. അതും വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്നതാണ്. അതിനും കൂടിയാൽ ഒരു 15 മിനിറ്റ് മതിയാവും. ചിക്കൻ ഗീ റോസ്റ്റിന് വേണ്ടിയിട്ട് ഞാനൊരു കുക്കർ അടുപ്പ് വെച്ചിട്ടുണ്ട്. അതിപ്പോൾ ചൂടായി. അതിലേക്ക് നമുക്ക് ഗീ റോസ്റ്റ് ആയതുകൊണ്ട് ആദ്യം ഗീ തന്നെയാണ് ഫസ്റ്റ് ഒഴിക്കേണ്ടത്. 2 സ്പൂൺ ഗീ ഒഴിക്കാം. ചെറിയ 2 പീസ് പട്ട, ഇതിലേക്ക് കുറച്ച് പെരിഞ്ചീരകം, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്. ഇത് സവാളയും ഉള്ളിയും ഒന്നും അരി ചേർക്കാത്ത ഒരു ഗീ റോസ്റ്റാണ്. തുടക്കം മുതൽ ലാസ്റ്റ് വരെ ഒന്ന് കണ്ടാൽ കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ. നല്ല ടേസ്റ്റുള്ളൊരു ചിക്കൻ ഗീ റോസ്റ്റാണിത്. ഇതിപ്പോൾ ഒരു 1.5 കിലോ ചിക്കൻ വരും. ഞാനൊരു ഏകദേശം അരമണിക്കൂറിന് മുന്നേ ആയിട്ട് മഞ്ഞൾപ്പൊടിയും ഇഞ്ചി വെളുത്തുള്ളി, പിന്നെ 2 സ്പൂൺ തൈര്, മല്ലിയില, കുരുമുളക് പൊടി, ഗരം മസാല എല്ലാം കൂടി ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചതാണ്. ഇത് നമുക്ക് ഈ എണ്ണയിലേക്ക് ചേർക്കാം. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ചെറിയ നെയ്യും മസാലപ്പൊടികളും എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കൊരു 2 വിസിൽ കേൾപ്പിക്കാം. അതിനുശേഷം മറ്റ് മസാലകൾ ചേർക്കാം. ഇത് നമ്മുടെ ഗീ റൈസ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. കറക്റ്റ് പാകമായിട്ട് വെന്തു. ഒന്നും ഒട്ടിച്ചേരാത്ത രീതിയിൽ നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തിട്ടിട്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഞാൻ അല്പം പോലും വെള്ളം ചേർക്കാതെയാണ് ചിക്കൻ ഇപ്പോൾ കുക്കറിൽ 3 വിസിൽ കേട്ടതാണ്. അല്പം പോലും വെള്ളം മാത്രമാണ്. ഇനി നമുക്കിതിലേക്ക് വേണ്ടുന്ന മസാല ചേർക്കാം. ഇതിപ്പോൾ ഞാനൊരു
ഒരു 10-15 പിരിയൻമുളക് വരും, അതായത് കാശ്മീരി ചില്ലിയും 1 സ്പൂൺ പച്ച മല്ലിയും എല്ലാം കൂടി വറുത്തിട്ട് പട്ട, പെരുംജീരകം, പിന്നെ എല്ലാം കൂടി വറുത്ത് പൊടിച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് പൊടിച്ചെടുത്താണ്. ഇത് നമുക്കിതിലേക്ക് ചേർക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ട് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. ചെറിയ ചാപ്സ് മാത്രമാക്കിയിട്ട് കറിയാക്കാതെ റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഞാൻ ഉള്ളിയോ ചെറിയ ഉള്ളിയോ സവാളയോ ഒന്നും വഴറ്റി ചേർത്തിട്ടില്ല. ഇതൊരു 3 സവാള നന്നായിട്ട് ഞാൻ വറുത്തിട്ട് പൊടിച്ചെടുത്തതാണ്. ഇത് മാത്രമേ ഉള്ളിയായിട്ട് ഇതിൽ ചേർക്കുന്നുള്ളൂ. നന്നായിട്ടിത് നമുക്ക് മിക്സ് ചെയ്ത് ചേർക്കാം. തക്കാളി നന്നായിട്ട് ഞാൻ അരച്ചെടുത്തതാണ്, മിക്സിയിൽ അടിച്ച് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ചേർത്ത് ഗ്രൈൻഡ് ചെയ്തെടുത്താണ്. അതുകൂടി ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ ഉപ്പ് നേരത്തെ ചേർത്തിട്ടുണ്ടായിരുന്നു, പീസിലേക്ക് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. എന്നാലും നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ അല്പം കൂടി ചേർക്കാം. എനിക്ക് അല്പം കൂടി ഉപ്പിൻ്റെ ആവശ്യം വന്നിട്ടുണ്ട്, ഞാൻ അതിലേക്ക് ചേർക്കാം. ഇനി ഈ പീസും ഈ അരപ്പും കൂടി തമ്മിൽ നന്നായിട്ടൊന്ന് ജോയിൻ്റ് ആവട്ടെ. അത് നന്നായിട്ട് പിടിച്ച് വരട്ടെ. ഒരു 5 മിനിറ്റ് ഇങ്ങനെ വേവിക്കാം. അല്പം മല്ലിയുള്ള കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇതിൻ്റെ ഈ മല്ലിയുടെ മുളകിൻ്റെ എരിവ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 1/2 സ്പൂൺ പഞ്ചസാര ചേർക്കാം. ഉള്ളിയെല്ലാം വഴറ്റി ചേർക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റാണിത്. എല്ലാം ടേസ്റ്റ് തന്നെയാണ്, പക്ഷേ ഇതിനൊരു പ്രത്യേകതരം ടേസ്റ്റാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഒന്ന് അഭിപ്രായം അറിയിക്കണം. എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അത് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ല് ഓപ്ഷന് കൂടി ഒന്ന് ടച്ച് ചെയ്യണേ. ഇപ്പോൾ ചെറിയ ഒരു ചാപ്സോട് കൂടി ഞാൻ റോസ്റ്റ് ചെയ്തെടുത്തത്. ഫുൾ ഡ്രൈ ആക്കിയിട്ടില്ല. ഫുൾ ഡ്രൈ ആക്കിയാൽ ചോറിനോടൊപ്പം കഴിക്കാൻ അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ചെറിയ ചാപ്സോട് കൂടി നല്ല അടിപൊളി റോസ്റ്റാണ്. ഇൻഷാ അല്ലാഹ് എൻ്റെ ഈ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്കതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം.